ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബുക്ക് കീപ്പിംഗ് എന്താണ്, അക്കൗണ്ടിങ് എന്താണ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, ട്രാൻസാക്ഷൻ എന്താണ്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ മീനിങ് ഓഫ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ, അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ഇതൊക്കെ എന്താണ് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അഥവാ ഡേ ടു ഡേ അഫയേഴ്സ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് വർക്ക് അഥവാ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. കീപ്പിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന അത് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ അക്കൗണ്ടിങ് വർക്ക് വരുന്നത് കൊണ്ട് അതിനെ അങ്ങനെ നമ്മൾ ആ കോൺസെപ്റ്റ് അവിടെ വന്നത് അക്കൗണ്ട് ചെയ്യുന്നു ട്രാൻസാക്ഷൻസ് എല്ലാം, അതുകൊണ്ട് അക്കൗണ്ടിങ് അല്ലേ. നമ്മളിപ്പോൾ ഡെഫിനേഷനിലേക്ക് പോയിട്ടില്ല, ജസ്റ്റ് ആ മീനിങ് മനസ്സിലാക്കുക. അക്കൗണ്ടിങ് വർക്ക് അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കീപ്പിംഗ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ഒന്നെന്നില്ല, ബിസിനസ് ട്രാൻസാക്ഷൻ ജനറലി ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ കലയെ ആണ്, അതായത് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കീപ്പിംഗ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആ ആർട്ടിന് അഥവാ സയൻസിന് പറയുന്നതാണ് ബുക്ക് കീപ്പിംഗ് എന്ന്. അപ്പം നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്ന എന്താണ്, ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ എന്താ ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങുകയോ വിൽക്കുകയോ, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓർ ദാറ്റ് ഈസ് എക്സ്ചേഞ്ചിങ് സംതിങ്. എന്തെങ്കിലും സാധനങ്ങളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്, അതിനെന്തുണ്ടായിരിക്കണം, മണി വാല്യൂവിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതും മൂല്യം നിജപ്പെടുത്തിയിട്ടുള്ളതും അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ കൈമാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ ആകണമെങ്കിൽ അതിൽ ആ ഒരു ട്രാൻസാക്ഷനിൽ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൽ മണി വാല്യൂ കൺസിഡർ ചെയ്യണം. അതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. അങ്ങനെ വരുന്ന മൂല്യം നിജപ്പെടുത്തിയിട്ടുള്ള ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മുടെ അക്കൗണ്ടിങ് വർക്കിൽ വരുന്നത്. ഓക്കെ, ഇനി നോക്കൂ, അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറേ അധികം ട്രാൻസാക്ഷൻസ് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓരോ സാധനങ്ങൾ വാങ്ങി, അവിടെ നിന്ന് ഇത്ര വാങ്ങി, ഇവിടെ നിന്ന് ഇത്ര വാങ്ങി, ഇന്ന സാധനങ്ങൾ വാങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതേപോലെ അങ്ങനെ വാങ്ങിയത് തന്നെ ആർക്കെങ്കിലും വിൽക്കുകയാണ്. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, ഒരിടത്തുനിന്ന് വാങ്ങുന്നു, അത് വാങ്ങാൻ വന്ന ചിലവും അത് സ്റ്റോർ ചെയ്യാൻ വന്ന ചിലവും അതിന് വന്ന കൂലിക്കാരുടെ ചിലവും എല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ്, അതായത് ഇങ്ങോട്ട് സാധനം എത്താൻ വന്നുള്ള എല്ലാ ചിലവുകളും കണക്കിലെടുത്തുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് അതിലും കുറച്ചും കൂടി ലാഭം കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പച്ചക്കറി കട നോക്കാം. അവർ പച്ചക്കറി പലയിടത്തുനിന്നുമായിട്ട് കൊണ്ടുവരുന്നു, അതിന് കൊണ്ടുവരാൻ വന്ന ചിലവും കൂടി കണക്കിലെടുത്തിട്ട് അവരത് വിൽക്കുന്നത്. അപ്പോൾ ആ വിൽപ്പന നടത്തുന്ന സമയത്ത് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാവും അല്ലേ. അങ്ങനെ അവർ ഓരോ ട്രാൻസാക്ഷനും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞോളൂ. അപ്പോൾ അവർക്ക് തന്നെ ഒരു ദിവസത്തേത് മറ്റൊരു ദിവസമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അന്ന് കുറച്ചും കൂടി മെച്ചമാണ്, അല്ലെങ്കിൽ ഇന്ന് നഷ്ടമായി, അപ്പോൾ ഈ വിലയ്ക്ക് വിറ്റാൽ പറ്റില്ല, കുറച്ചും കൂടി കൂടുതൽ വിലയ്ക്ക് വിൽക്കണം, എന്നാലേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം, അത് റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലേ.
അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് വർക്ക് കൊണ്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ആർ ദി എക്സ്പെൻസസ് ആൻഡ് ഗെയിൻസ്? എന്തൊക്കെയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഗെയിൻസ് വന്നിട്ടുള്ളത് ഈ ബിസിനസ്സിൽ നിന്ന്. ഏത് ബിസിനസ്സായാലും അതുകൊണ്ട് എന്തെല്ലാം ലാഭമുണ്ട്, എന്തെല്ലാം നഷ്ടമുണ്ട്, അല്ലെങ്കിൽ എത്ര ചിലവ് വന്നു, എത്ര വരവ് വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല അസർട്ടൈൻ എക്സാക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ, ലാഭമാണോ നഷ്ടമാണോ മനസ്സിലാക്കാം. കറക്റ്റായിട്ട് ലാഭം വന്നോ നഷ്ടം വന്നോ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ മനസ്സിലാക്കാൻ പറ്റും. എന്തെല്ലാം ചിലവുണ്ട്, എന്തെല്ലാം വരവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാം, ഒരു ദിവസത്തേത് മറ്റൊരു ദിവസമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു എക്സാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ടേം എക്സാം, ഒരു ടേം കഴിഞ്ഞു, 2 ടേം കഴിഞ്ഞു, 3 ടേം കഴിഞ്ഞു. അപ്പോൾ 3 ടേം കഴിയുന്ന സമയത്ത് നമുക്ക് അത് ഓരോ ടേമും നമുക്ക് പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ്മെൻ്റ് ആണോ അതോ താഴേക്കാണോ ഇയാൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പയർ ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ഫ്രം ഇയർ ടു ഇയർ, വർഷാവർഷം കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാസാമാസം കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ കടയൊക്കെ ആണെങ്കിൽ ദിവസത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ എങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്സ് ദ ബിസിനസ് ടു മാനേജ് ദ ബിസിനസ് മോർ ഇഫക്റ്റീവ്ലി, വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ 4 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ആർ ദി എക്സ്പെൻസസ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ്, എന്തൊക്കെയാണ് എക്സ്പെൻസ്, എന്തൊക്കെയാണ് ഗെയിൻസ് ഈ ബിസിനസ്സിലെ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം അസർട്ടൈൻ ദി എക്സാക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. മൂന്നാമത്തെ കാര്യം കമ്പയർ ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ഫ്രം ഇയർ ടു ഇയർ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽപ്സ് ദ ബിസിനസ്മാൻ ടു മാനേജ് ദി ബിസിനസ് മോർ ഇഫക്റ്റീവ്ലി. പ്രധാനപ്പെട്ടുള്ളതാണ്. ബാക്കി വേറെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ, അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ എന്താണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസാക്ഷൻ എന്താണെന്ന് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലായല്ലോ, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി നോക്കൂ, ട്രാൻസാക്ഷൻ തന്നെ രണ്ട് വിധത്തിൽ വരുന്നുണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷനും മറ്റത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്നു, അതിന് അപ്പോഴേക്കപ്പോഴേ പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അല്ല പിന്നീടേക്ക് തരാം എന്ന് വെച്ചിട്ട് ഉള്ള അതിനാണെങ്കിൽ കടത്തിന് വാങ്ങുമല്ലോ നമ്മൾ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ പുസ്തകത്തിൽ എഴുതി വയ്ക്കും പറ്റിന് മേടിച്ചു കൊണ്ടുവരിക എന്ന് പറയും. അതായത് കടത്തിന് മേടിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഒരു പറ്റ് ബുക്ക് ഉണ്ടാവും ആരുടെ പേരിൽ വെച്ചാൽ അവരെ. അപ്പോൾ ആ ബുക്കിൽ എഴുതി വയ്ക്കും, ഇന്ന ആളുടെ വീട്ടിലേക്ക് ഇന്ന സാധനം കൊണ്ടുപോയി, ഇത്ര രൂപേൻ്റെ സാധനം കൊണ്ടുപോയി. അപ്പോൾ അത് പിന്നീടേക്ക് കൊടുക്കണം അങ്ങനെ. അപ്പോൾ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ അപ്പോഴേ പൈസ കൊടുത്തിട്ട് മേടിക്കുന്നതല്ലാത്തത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോഴേ പൈസ കൊടുത്ത് മേടിക്കുന്നതാണെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓർ അതർ എക്സ്ചേഞ്ചസ് ഇൻ വാല്യൂ, അതാണ് ട്രാൻസാക്ഷൻ. വാങ്ങുകയോ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുന്നത് ഇൻ വാല്യൂ, മൂല്യം ഉള്ള, അതായത് ഇത്ര രൂപയുടെ സാധനം എന്ന് നിജപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള ബൈയിങ് ആൻഡ് സെല്ലിങ്ങോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ ആണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷനായിട്ട് പറയുന്നത്.
പിന്നെ എ ക്യാഷ് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓർ റിസിപ്റ്റ് ഓഫ് ക്യാഷ്. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പം തന്നെ പേയ്മെൻറ്റ് നടത്തുന്നത്, ഓർ റെസിപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നതോ അല്ലെങ്കിൽ പൈസ കിട്ടുന്നതോ ആയിട്ടുള്ള അങ്ങനെയുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റോ ഇമ്മീഡിയറ്റ് റെസിപ്റ്റോ വരുന്ന അങ്ങനെയുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡബിൾ എൻട്രി എന്താണെന്ന് നോക്കാം. ഏത് ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിൽ ഡുവൽ ആസ്പെക്ട്സ്, ഡുവൽ മീൻസ് രണ്ട്, ഡുവൽ ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഒരു സാധനം കടയിൽ പോയി വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കടയിൽ പോയിട്ടല്ല ഒരു സാധനം വാങ്ങുക എന്ന് വെച്ചോളൂ. ഒരു സാധനം നമുക്ക് വാങ്ങുന്ന സമയത്ത് എന്താണോ ആ സാധനം അത് നമുക്ക് കിട്ടി, അതിൻ്റെ മൂല്യം എത്ര ആണോ അത് നമ്മൾ അങ്ങോട്ട് കൊടുത്തു, അപ്പോഴാണ് അത് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആവുന്നത്, അല്ലേ? ഇനി ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാര്യം നോക്കാം. നമ്മളിപ്പം ഒരു 4 ബുക്ക് വാങ്ങി, 4 നോട്ട് ബുക്ക് വാങ്ങിയെന്ന് വെച്ചോളൂ. അപ്പോൾ 4 നോട്ട് ബുക്ക് നമുക്ക് കിട്ടി. അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള 200 റുപ്പീസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി നമ്മൾക്ക് 4 ബുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഡുവൽ ആസ്പെക്റ്റ് അവിടെ വന്നു. ഒന്ന് സാധനം ബുക്ക് നമുക്ക് കിട്ടി, ഒന്ന് ഒരു ആസ്പെക്റ്റ്, മറ്റൊരു ആസ്പെക്റ്റ് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇതാണ് ഡുവൽ ആസ്പെക്റ്റ് വരുന്നത്. ദി പ്രോസസ് ബൈ വിച്ച് ഡുവൽ ആസ്പെക്റ്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഈസ് നോൺ ആസ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഈ ട്രാൻസാക്ഷനിലെ ഡുവൽ ആസ്പെക്ട്സ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ആ മെത്തേഡാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പം സാധനം വരുന്നു, ക്യാഷ് പോകുന്നു എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ അപ്പോഴപ്പോഴേ പൈസ കൊടുക്കുന്നില്ലെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് പറഞ്ഞു. കടം അല്ലേ, കടം അന്ന് ക്രെഡിറ്റ്. ഇനി നമ്മൾ ഇനി 2 ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഡെറ്റർ, ക്രെഡിറ്റർ. ഡെറ്റർ, ക്രെഡിറ്റർ. എ ഡെറ്റർ ഈസ് വൺ ഹൂ ഓസ് സംതിങ് ഓഫ് വാല്യൂ ടു അനദർ. A creditor is one to whom something of value is owed. നമുക്ക് പഠിക്കാനുള്ള 2-3 ടേംസാണ്. അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. അസറ്റ് എന്താണെന്ന് നോക്കാം. അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ്. നമുക്ക് സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ ആണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം അതൊരു അസറ്റ് തന്നെ എന്ന് പറയും നമ്മൾ, അല്ലേ? അപ്പോൾ നമ്മൾക്ക് ശരിക്കും നമ്മൾ അതിൻ്റെ മീനിങ് നമുക്ക് കൊളോക്കിയൽ ലാംഗ്വേജിൽ അങ്ങനെ നമ്മൾ പറയുമെങ്കിൽ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ മീനിങ് അറിയാം നമുക്ക്. പക്ഷേ ടേം എന്താണെന്നുള്ളത് അങ്ങനെ വ്യക്തമാക്കിയിട്ടല്ല. അപ്പം നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആസ്തിയാണ്. എമൗണ്ട് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അത്. അതുപോലെ നമ്മുടെ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, സ്റ്റോക്ക്, ഇതൊക്കെ നമ്മുടെ അസറ്റാണ്. അപ്പോൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ടുള്ളത്, നമ്മുടേതായിട്ടുള്ള സാധനങ്ങളെ ആണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക്, നമ്മുടെ ബിസിനസ്സിലുള്ള സ്റ്റോക്ക് നമ്മുടേതല്ലേ, നമ്മുടെ ലാൻഡ് നമ്മുടേത്, ബിൽഡിംഗ് നമ്മുടേത്, അങ്ങനെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള തിങ്സ് ആണ് അസറ്റ്. ഇനി ലയബിലിറ്റി നോക്കാം. ലയബിലിറ്റീസ് ആർ ഡെറ്റ്സ്, അത് കടമാണ്. ലയബിലിറ്റി കടമാണ്. ഓർ എമൗണ്ട്സ് ഓയിങ് ബൈ ദ ബിസിനസ്. ബിസിനസ് ആർക്കെങ്കിലും കടപ്പെട്ടിരിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ലയബിലിറ്റിയാണ്, കടം ആണ്.
അപ്പോൾ ലിയാബിലിറ്റീസ് ആർ ഡെറ്റ്സ് ഓർ എമൗണ്ട്സ് എത്രയെങ്കിലും തുകയ്ക്ക് നമ്മുടെ ബിസിനസ്സോ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സിന് കടപ്പെട്ടിരിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ലിയാബിലിറ്റിയാണ്, ബാധ്യതയാണ്. ഉദാഹരണം, പേയബിൾ ടു സപ്ലയേഴ്സിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്ന് വെച്ചോളൂ. എമൗണ്ട്സ് ഓയിങ് ബൈ ദി ബിസിനസ് കടപ്പെട്ടിരിക്കുകയല്ലേ സപ്ലയേഴ്സിന്. അങ്ങനെ പേയബിൾ ടു സപ്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയേഴ്സിനോട് കടപ്പെട്ടിരിക്കുന്നു, അത് നമ്മുടെ ലിയാബിലിറ്റിയാണ്. അതേപോലെ ലോണ്, നമ്മൾ എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ലിയാബിലിറ്റിയാണ്. അതുപോലെ മോർട്ട്ഗേജ് ലോണൊക്കെ ഇല്ലേ, അതൊക്കെ ബിസിനസ്സിൻ്റെ ലിയാബിലിറ്റിയാണ്. അപ്പോൾ അസറ്റ് ലിയാബിലിറ്റി മനസ്സിലായി. ഇനി നോക്കൂ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ക്യാപിറ്റലാണ്. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മൂലധനം ആവശ്യമാണ് അല്ലേ. അങ്ങനെ കൊണ്ടുവരുന്ന ആ മൂലധനത്തിനെയാണ് നമ്മളിവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഓർ നെറ്റ് അസറ്റ് ഈസ് ദി എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലിയാബിലിറ്റീസ്. അങ്ങനെ ടേം നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു, എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലിയാബിലിറ്റീസ്. ലിയാബിലിറ്റിയെക്കാളും കൂടുതലായിട്ടുള്ള എക്സസ് വരുന്ന അസറ്റിനെയാണ് നമ്മൾ നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ക്യാപിറ്റൽ കാണാൻ ക്യാപിറ്റൽ ഈക്വൽസ് അസറ്റ് മൈനസ് ലിയാബിലിറ്റി എന്ന് സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ടേംസാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള അസറ്റ്, ലിയാബിലിറ്റി, ക്യാപിറ്റൽ. ഓക്കെ. ഇഫ് ദ ഓണർ ഓഫ് ദി ബിസിനസ് ഹാസ് നോ ഡെറ്റ്സ് ഹിസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഹിസ് അസറ്റ്സ്. ബിസിനസ്സിൻ്റെ ഓണർക്ക് ഡെറ്റ്സ് ഒന്നുമില്ല എങ്കിൽ അവരുടെ അസറ്റ് ക്യാപിറ്റലും തുല്യമായിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻറ്റിറ്റി ആണ്, ബിസിനസ്സിൻ്റെ എൻറ്റിറ്റി. അതായത് ഒരു ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അതിലെ ഓണേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ബിസിനസ്സിൻ്റെ നിലനിൽപ്പ്. അതായത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുക, ഇപ്പോൾ ഇൻസാനിറ്റി അല്ലെങ്കിൽ ഡെത്ത്, അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണറിന്, ആ ബിസിനസ്സിലെ പാർട്ട്ണറിന് വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ബിസിനസ്സിന് അവരുടെ ആ പാർട്ട്നേഴ്സിൽ നിന്നും വിഭിന്നമായിട്ട് ബിസിനസ്സിന് ഒരു നിലനിൽപ്പുണ്ട്, എൻറ്റിറ്റി ഉണ്ട്. അതായത് ബിസിനസ് എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സിൽ നിന്നും വിഭിന്നമായി ഒരു നിലനിൽപ്പുണ്ട്. ബിസിനസ്സിൻ്റെ ഓണേഴ്സിൽ നിന്നും വിഭിന്നമായിട്ട് നിലനിൽപ്പ് ബിസിനസ്സിന് ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക്, ഈ ബിസിനസ്സിലെ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ചിട്ട് അത് ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. അതാണ് ആ കോൺസെപ്റ്റ്. മാത്രമല്ല ഇറ്റ് ഹാസ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്. അതായത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ലൈഫാണ്. അതിന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടല്ല, ഡെഫിനിറ്റ് ആയിട്ടല്ല ഒരു ബിസിനസ് കൊണ്ടുപോകുന്നത്. അതിന് ഇൻഡെഫിനിറ്റ് ലൈഫാണുള്ളത്. ദി കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് ഇറ്റ് ഈസ് എ ഗോയിങ് കൺസേൺ. അത് നിലനിന്ന് പോകുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. അണ്ടിൽ ഏതുവരെ ഇറ്റ് ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ. അത് ലിക്വിഡേഷനിലേക്ക് പോകുന്നത് വരേക്ക് അത് ഒരു ഗോയിങ് കൺസേൺ ആണ്. ആ 2 ടേംസ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റും എൻറ്റിറ്റി കോൺസെപ്റ്റും,
ആ രണ്ട് കോൺസെപ്റ്റ് ബിസിനസ്സിനെ സംബന്ധിച്ച് പ്രധാനമാണ്.